അതുകൊണ്ട് പ്രിയമുള്ള പെങ്ങളെ, റമദാനിന്റെ ഓരോ ദിവസങ്ങളും യാത്ര പറയുന്നത് പോലെ ആയുസിന്റെ ഓരോ ദിവസങ്ങളും നമ്മളോട് യാത്ര ചോദിക്കുകയാണ്. ഖബറെന്നുള്ള വീടിന് വേണ്ടി നമ്മൾ എന്തെങ്കിലുമൊക്കെ ചെയ്യണ്ടേ? ഖബറെന്നുള്ള വീടിന് വേണ്ടി നമ്മൾ തയ്യാറാക്കണ്ടേ? ആ വീടിന്റെ സന്തോഷത്തിനു വേണ്ടി, ആ വീട്ടിലെ സമാധാനത്തിനു വേണ്ടി, ആ വീട്ടിലെ ആനന്ദത്തിനു വേണ്ടി എന്റെയും നിങ്ങളുടെയും ആയുസിന്റെ ഓരോ ദിവസങ്ങളും പാഴാക്കാതെ തഖ്വയോടുകൂടി, ഈമാനോടുകൂടി, സൂക്ഷ്മതയോടുകൂടി ജീവിച്ചെങ്കിൽ മാത്രമേ നാളെ നമുക്ക് രക്ഷയുള്ളൂ, നാളെ നമുക്ക് വിജയമുള്ളൂ, നാളെ നമുക്ക് സമാധാനമുള്ളൂ. നാളെ നമുക്ക് അവിടെ സമാധാനമുണ്ടാകണമെങ്കിൽ, ഖബറെന്നുള്ള വീട്ടിൽ സമാധാനമുണ്ടാകണമെങ്കിൽ ചിതലും പുഴുക്കളും താവളം പെരുതുണ്ടതിൽ സന്തോഷമാണവകൾക്ക് നീ ചെല്ലുന്നതിൽ. ഒരുങ്ങണ്ടേ ഉമ്മ, ഒരുങ്ങണ്ടേ വാപ്പാ, ജീവിതത്തിലെ നന്മകൾ മുഴുവനും ചെയ്തുകൊണ്ട് അല്ലാഹുവിലേക്ക് അടുക്കാനുള്ളതാകണമമ്മ ഈ റമദാൻ നമ്മളോട് സലാം പറയുമ്പോൾ നമ്മളുടെ ശരീരവും മനസ്സും തഖ്വയുള്ളതായി മാറണം, ഈമാനുള്ളതായി മാറണം, സൂക്ഷ്മതയുള്ളതായി മാറണം. ഈ റമദാൻ സലാം പറയുമ്പോൾ ഒരു വഖത്ത് നിസ്കാരവും മുടക്കാത്ത ജീവിതമാകണം നമുക്കുണ്ടാകേണ്ടത്. ഹറാമായ മുഴുവൻ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കുന്ന ജീവിതമാകണം നമുക്കുണ്ടാകേണ്ടത്. ഈ റമദാനിലൂടെ ഞാനും നിങ്ങളും നേടിയെടുത്ത തഖ്വയെന്നുള്ള ഊർജമുണ്ടല്ലോ, മരണം വരെയും അവസാനിക്കാതെ കൊണ്ടുപോകണം.